ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിലേക്ക് പോവാം. നിൽക്കടി ഇവിടെ, ഞാൻ ഓടുന്നു. അതിനായിട്ട് ഹീറോയെ കൂടെ ഓടാൻ പോയി. എടീ, ആ എത്തി കുഞ്ഞു, എത്തി മച്ചേ, നമുക്ക് പോകണ്ടേ. എടീ, ഇതെന്ത് ഫുള്ളാണെടി. നമുക്കകത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഫ്രണ്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ഫാത്തിമ പറയാൻ തുടങ്ങി, എടീ അകത്ത് പോവാം. ആ സൂറ പറയാൻ തുടങ്ങി, മച്ചേ എങ്ങനെയടി അകത്ത് പോവാം, ഫുൾ ആളുണ്ടെടി, നിറയെ ആർമീസ് വന്നിട്ടുണ്ട്. അതെടി, ഡൽഹിക്ക് വന്നത് ഇവർ. ഇല്ല, നമ്മൾ കേരളത്തിൽ വന്നിരുന്ന മോശമില്ല തന്നെടി. ഡൽഹിക്ക് കഷ്ടപ്പെട്ടതിൻ്റെ ബാപ്പാൻ്റെ പണം വാങ്ങിയിട്ട് വന്നത്. ബാപ്പ ഒന്നും തന്നില്ലടി. ബാപ്പ ചോദിച്ചിരുന്നു, നിനക്കെന്തിനാ ഇത്ര പണം എന്നിട്ട്. എടി, നിൻ്റെ ബാപ്പയുടെ എപ്പടി ഗൾഫിന് വരാ അറിയില്ലടി. ബാപ്പയുടെ ഗൾഫിൽ സെറ്റിലായിരുന്നു, കറക്റ്റ് വരുടി. അതുമാത്രമല്ല, ഞാൻ പാപ്പനോട് 20,000 വാങ്ങിയത്. എന്ത് 20,000 വാങ്ങിയതാ? അതെ, അപ്പോൾ ഇത്ര പണം ഇടുന്ന. ബാപ്പ എനിക്ക് മുമ്പ് ചെറിയ പ്രായത്തിൽ എനിക്ക് നിറയെ പണം തന്നായിരുന്നു. പണം അയച്ചായിരുന്നു ഇല്ലേ, കുറേ പണം തരുന്നായിരുന്നു. വന്നപ്പോൾ എനിക്ക് പൈസ തരും, എല്ലാ പണം. ഇതിൽ കുറേ പണം വെച്ചിട്ടുണ്ട്, ഓടി ഞാൻ തീർത്തിട്ട. അത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബാപ്പ ചോക്ലേറ്റ് കൊടുത്ത് അത് മാത്രം ഞാൻ കഴിക്കൂ. ഞാൻ ഒന്നും മേടിയിട്ട. ഇതിൽ കുറേ ഉണ്ട് ഡബ്ബിൽ പണം എന്ന്. ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ നിറയെ പണം ഉണ്ടായിരുന്നു. മച്ചി എനിക്ക് നോക്കുമ്പോൾ നിറയെ പണം ഉണ്ടായിരുന്നു. അതെടുത്തും കൊറിയക്ക് വന്നിരുന്നു. കൊറിയക്കല്ല, ഡൽഹിക്ക് വന്നായിരുന്നു. ഡൽഹിയിൽ വാവ്, കാണാൻ ഭംഗിയായിട്ടുണ്ടടി. ജേഹു പൊപ്പം വന്നിട്ട് ഇരിക്കുമല്ലേടി. ജേഹു വന്നിട്ട് ഇരിക്കും. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനായിട്ട് ഒരു ചബ്ബികൾ ഇടിച്ചു. സോറി, മുറച്ചിട്ട് ആ ഗേൾ പോയി. എടി, ഞാനല്ലടി അവളല്ലേ എന്നെ ഇടിച്ച. സാരില്ലടി ഫാത്തിമ, വിഷമിക്കണ്ട, അവളൊരു മാതിരിയാണ്. അങ്ങനെ എല്ലാവരും അകത്ത് വന്നു. എല്ലാവരും എങ്ങനെ എല്ലാവരുടെ പേര് പറയാൻ തുടങ്ങിയത്. ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമായി. BTS നമ്പർ ജേഹുപ്പിൻ്റെ നിന്ന് ഹീറോയെ സൈറ്റ് അടിക്കായിരുന്നു. മച്ചി, ഇവള് എവിടെയൊക്കെ നോക്കും. ജേഹുവിനൊക്കെ അടി പാവി. അങ്ങനെ എല്ലാവരും പാട്ടില്ല കഴിഞ്ഞു. എല്ലാവരും ഇത് കഴിഞ്ഞു. നാളെ ഓട്ടോഗ്രാഫ് മേങ്ങ. അങ്ങനെ കൊണ്ട് അവർ എല്ലാവരും പോയി. കുറച്ചാൾക്ക് ഓട്ടോഗ്രാഫ്, നാളെ ഓട്ടോഗ്രാഫ് മേങ്ങ പറഞ്ഞു. അങ്ങനെ അവർ പോയി. കുറച്ചവരെ രാവിലെ മച്ചി ഇന്ന് നൈറ്റ് പോവാം. അങ്ങനെയായിട്ട് ഫ്രണ്ട് റെഡിയായി. അങ്ങനെ വേഗം പോയി. അങ്ങനെ ജേഹുപ്പിനോട് സംസാരിച്ച് ഹീറോ സൈൻ മേങ്ങി. ജേഹൂബ് സ്മൈൽ ചെയ്യാൻ തുടങ്ങി. വാട്ട് ഈസ് നെയിം എന്താണ് ചോദിച്ചു. ജേഹൂബിൻ്റെ നെയിം പറഞ്ഞു. ഓക്കെ, ജേഹൂബ് സ്മൈൽ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ട് വന്നു. ഹായ്, ഞാൻ കൂടെ വന്നത് അവളെ കൂടെ. ശരി, ജേഹൂബ് കുറച്ച് സംസാരിച്ചു. ശരി, ഓക്കെ, താങ്ക്സ് എന്ന് ജേഹൂബ് പറഞ്ഞു. അങ്ങനെ ജേഹൂബ് ഹീറോയിൻ ഫ്രണ്ട് പറയാ, മച്ചി എന്തടി നീ എന്താടി കുറേ നേരം സംസാരിച്ച. സൂറ, ഒന്നുമില്ല, ചുമ്മാ ചോക്ക് പറഞ്ഞതാ, അതുകൊണ്ടാ. എന്തിനാ ജേഹൂബ് എന്തോ എഴുതിയാനുണ്ടായിരുന്നു. അങ്ങനെ സൂറ, അയ്യോ ഇവൾക്ക് അറിഞ്ഞോ? ഇല്ല, അത് ജേഹൂബ് സൈനിട്ട് തന്നതാ എനിക്ക്. അങ്ങനെയാണോ? ഭാഗ്യം, രക്ഷപ്പെട്ടുപ്പാ. ഒരു ഭാഗ്യം അവളോട് ഡീറ്റെയിൽസ് പറഞ്ഞതെന്ന് അറിയില്ല. ഒരു ഭാവി അറിഞ്ഞ് എന്നെ ഇടിച്ച് ചമ്മന്തിയായി ചെയ്യുമല്ലോ. അപ്പം എന്ത്, ഞാൻ ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തായിരുന്നു. ഫോൺ നമ്പർ, അവളെ പ്ലേസ് എല്ലാം പറഞ്ഞായിരുന്നു. ജേഹൂബ് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ പയ്യെ പറഞ്ഞു തരാം. അവളെ ഫോൺ നമ്പർ കൊടുത്തായിരുന്നു ഫ്രണ്ടിൻ്റെ. ശരി, ഓക്കെ, നീ ഫുള്ള് പയ്യെ ഡീറ്റെയിൽസ് പറയണം, ജേഹൂബ് പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ ജേഹൂബ് അങ്ങനെ രാത്രിയായി. ജേഹൂബ് ഒരു ടെസ്റ്റ് അയച്ചു. നാളെ ഇത് കോഫി ഷോപ്പിൽ ജേഹൂബ് മീറ്റ് ചെയ്യാമെന്ന് ജേഹൂബ് ഒരു പ്ലേസ് അയച്ചു. ശരി, ഓക്കെ എന്ന് ജേഹൂബ് മെസ്സേജ് അയച്ചതിന് ഓക്കെ എന്ന് പറഞ്ഞു സൂറ. ശരി, ഓക്കെ. അങ്ങനെ രാവിലെയായി. റെഡിയാവാൻ തുടങ്ങി. മച്ചി, നീ എവിടെക്കാ? ഇല്ലടി, ഞാൻ പുറത്തു പോയിട്ട് വരാം. അതിലകത്തിരുന്നു, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ സൂറ അവിടുന്ന് ബാതിൽ വന്നാക്കിയിട്ട് ലോക്കിട്ട് അവിടുന്ന് പോയി. അങ്ങനെയായിട്ട് ഇവിടെ ഈ കോഫി ഷോപ്പിലൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ അവിടുത്തെ ടാക്സിന് ബുക്ക് ചെയ്ത് ആ കോഫി ഷോപ്പിൽ പോയി നിന്നു. അവിടെ ആരും ഇല്ലായിരുന്നു. സെക്രട്ടറിയോട് പറഞ്ഞു, അതെ, ഒരു പിങ്ക് റോസ് കൊണ്ടുപോയി. അങ്ങനെ പിങ്ക് റോസ് കൊണ്ടുപോയിട്ട് കാട്ടി ഒക്കെ സെക്രട്ടറി അകത്ത് വിട്ടു. ഓക്കെ, ജേഹൂബ് പറഞ്ഞു, സാർ എന്നോട് എന്താ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. ശരി, ഓക്കെ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്താൽ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് ജേഹൂബ് പറഞ്ഞു. ഇത് കേട്ട് സന്തോഷമായി ഫ്രണ്ടിക്ക് സൂറക്ക്. എനിക്ക് ഷുഗറിൻ്റെ ഫോൺ നമ്പർ തരണം അങ്ങനെ പറഞ്ഞു. ശരി, ഓക്കെ, ജേഹൂബ് പറഞ്ഞു. അങ്ങനെ വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ഡീറ്റെയിൽസ് ഇതാണ് പ്ലേസ്, അതുകൊണ്ടല്ല ഇത് മാപ്പ്. ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഫുൾ പറഞ്ഞു കൊടുക്കുക. ജേഹൂബൊക്കെ ഒരു മാപ്പ് ഉണ്ടാക്കി, ഞാൻ മാപ്പ് ഉണ്ടാക്കി നിനക്ക് തരാമെന്ന്, നാളെ തരാമെന്ന് ജേഹൂബിനോട് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് ജേഹൂബ് ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് ഇന്ത്യ നമ്പർ എൻ്റേതാണ് ജേഹൂബിനോട് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് ജേഹൂബ് പറഞ്ഞു. ശരി, ഓക്കെ, ഞാൻ വരാം ഇന്ത്യക്ക്. അപ്പോൾ ജേഹൂബിനോട് പറഞ്ഞു, നീ ഇന്ത്യ വന്ന പിന്നെ എനിക്ക് കോൾ ചെയ്യണം. ഇത് ഒരു മെമ്മറിയാണ്.
ജയഹൂബ് ചോദിച്ചു എന്താ മെമ്മറി ചോദിച്ചപ്പാ ഇതും ഇന്ത്യൻ സിമ്മാണ് ഇത് എൻ്റെ നമ്പറാണോ ഞാൻ പുതിയൊരു മേങ്ങിയതാ ഇത് എനിക്ക് തന്നെ ആവശ്യമാവും ഞാൻ ജയഹൂബക്ക് നമ്പർ ഇന്ത്യ നമ്പർ കൊടുത്തു ഞാൻ മേങ്ങിയതാണ് ഇത് എന്നാൽ ഫോൺ നമ്പർ ആർക്കും കൊടുത്തിട്ടാ ഇതേ ഒരു ആവശ്യം വരും അങ്ങനെ കൊണ്ട് ഞാനും മേങ്ങിയതാണ് ഇത് ജയഹൂബിനോട് പറഞ്ഞു ശരി ഓക്കെ ജയഹൂബ് പറഞ്ഞു അങ്ങനെ ഇന്ത്യ വന്ന് എനിക്ക് കോൾ ചെയ്യണം ജയഹൂബിനോട് പറഞ്ഞു ജയഹൂബ് ഓക്കെ പറഞ്ഞു അങ്ങനെ ജയഹൂബിനോട് കുറച്ച് സംസാരിച്ചിട്ട് ഞാനായിട്ട് പോയി പ്ലേസ് എന്തോടെ ഇത്ര നേരം എന്തൊക്കെ ഇതാ നിനക്ക് പഞ്ചമിഠായി ശരി ഓക്കെ അങ്ങനെ രാവിലെ ആയി അവിടുന്ന് ഇന്ത്യക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കയറി വന്ന് ഇന്ത്യക്ക് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി ഹീറോയ്ക്ക് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയിട്ട് ഇവളെ കൊറിയന് വന്ന പിന്നെ ആൾ ശരിയില്ലല്ലോ എന്ത് അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും കൺഫ്യൂസായി അങ്ങനെ ഇത് കൺഫ്യൂസായി അങ്ങനെ ഹീറോയിന് മമ്മി ഡാഡി ഹീറോയി പുറത്ത് ഷോപ്പിംഗ് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫ്രണ്ടിൻ്റെ കൂടെ പോയി അതിനായിട്ട് ഫ്രണ്ട് പറഞ്ഞു റോസിൻ്റെ കൂടെയാണ് പോയത് അങ്ങനെ ഔത്തെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഹീറോയി വരും നോക്കുമ്പോൾ വീട്ടിൽ കുറേ കാറെല്ലാം ഉണ്ടായിരുന്നു ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല എൻ്റെ വീട്ടിലോടുന്ന കാറ് ശരി ഓക്കെ എന്ന് ഹീറോയി അകത്ത് വന്ന് നോക്കുമ്പോൾ ആൾ നിറച്ചോണ്ട് ഇതെല്ലാം എന്താ വീടെല്ലാം കൊറിയൻ മാറിയുണ്ട് അങ്ങനെയായിട്ട് ഹീറോ സംസാരിച്ചോണ ജസ്മാൽ ജയഹൂബ് സംസാരിച്ചായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞു പെണ്ണ് വന്നിട്ടുണ്ടല്ലേ ഇപ്പം അത് അല്ല ജയഹൂബിൻ്റെ മമ്മി വന്ന് ഒരു മാല കൊണ്ടുവന്ന് ഹീറോയിനെ കൗത്തേക്ക് വെച്ച് ഞങ്ങൾക്ക് പെണ്ണ് ഇഷ്ടപ്പെട്ടു എന്ന് ജയഹൂബിൻ്റെ മമ്മി സംസാരിക്കാൻ തുടങ്ങി അവർ ഓക്കെ എന്ന് പറഞ്ഞ് അവിടുന്ന് സാധാരണ ഗിഫ്റ്റ് ചോക്ലേറ്റ് നിറയെ സാധനങ്ങളും ഗിഫ്റ്റെല്ലാം വെച്ചിട്ട് അവിടുന്ന് ജയഹൂബ് പറഞ്ഞു ഞാൻ കുറച്ച് സംസാരിക്കണം അവരോടൊന്ന് അങ്ങനെ ഹീറോയിനോട് വന്ന് ജയഹൂബ് സംസാരിക്കാൻ തുടങ്ങി അതല്ല എനിക്കെന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റ് ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് മാരേജ് ചെയ്യാം എനിക്കിപ്പോൾ പോകാനുണ്ടോ ഫോറിൻ ട്രിപ്പ് പോകണം എനിക്ക് ട്രിപ്പ് പോയിട്ട് വന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്ക് മാരേജ് എന്ന് ജയഹൂബ് പറഞ്ഞ് അവിടുന്ന് പോയി ജയഹൂബ് ഇതിൽ ഹീറോയ്ക്ക് ഷോക്കായി പോയി ഇത് മാരേജാ എപ്പോൾ ഒന്ന് ജയഹൂബ് പറഞ്ഞു കേട്ട് ഷോക്കായി ജയഹൂബ് എൻഗേജ്മെൻറ്റ് ചെയ്തു അങ്ങനെ ജയഹൂബ് ഫോറിൻ ട്രിപ്പ് പറഞ്ഞു പോയായിരുന്നു അങ്ങനെ ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് ഇപ്പോൾ മാരേജ് ഡേറ്റ് വന്നു അങ്ങനെ ഹീറോയ്ക്ക് ജയഹൂബ് മാരേജായി ഇന്ത്യൻ ട്രഡീഷണൽ മാരേജാണ് ചെയ്തത്